ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമുക്ക് ബിഗ് ബോസിൻ്റെ സീസൺ വളരെ ഡിഫറെൻ്റ് ആട്ടോ ഇപ്രാവശ്യം. ഇപ്പോൾ ഒരു മിക്കവാറും ഈ ആഴ്ച എന്തെങ്കിലും, അതായത് ഇന്ന് മുതൽ വെള്ളിയാഴ്ചക്കുള്ളിൽ ഒരാളെങ്കിലും എന്തായാലും ഔട്ടാവും. ഒരു പ്രത്യേക ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 4 പേര് ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത 4 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ആ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഫുൾ ടൈം പുറത്ത് ഗാർഡനിലേ കിടക്കാൻ പാടുള്ളൂ. അത് അവിടെ ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിലിൽ വേണം 4 പേരും കിടക്കാൻ. അതുമാത്രമല്ല, 4 പേര് ആ കട്ടിലിൽ കിടക്കുന്നത് അല്ലാണ്ട് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ആ കട്ടിലിൽ ആരെങ്കിലും കിടക്കുവാണെങ്കിൽ ഇവർ 4 പേരും കൂടി ചേർന്ന് ആ കട്ടിലിൽ കിടക്കുന്ന ആളടക്കം പൊന്തിച്ച് കൊണ്ട് വേണം പിന്നെ വേറെ സ്ഥലത്ത് അപ്പുറേ സൈഡിൽ കൊണ്ടുപോയി കിടത്താൻ. ആ സമയത്ത് അയാൾ എഴുന്നേറ്റില്ലെങ്കിൽ, ഉറങ്ങി കിടക്കുന്ന ആളെ എഴുന്നേറ്റില്ലെങ്കിൽ അയാൾക്ക് ഔട്ടാവും, അല്ലെങ്കിൽ ഇവർ ഔട്ടാകും. അങ്ങനെയാണ് ഒരു ടാസ്ക് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്തോ ആരാണാവോ, പക്ഷേ ആരാണ് ഔട്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു സീസണാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. ഹിന്ദി ബിഗ് ബോസൊക്കെ ഭയങ്കര ടഫാണ്. നമ്മൾ കാണുന്ന പോലെയല്ല. മറ്റേ നമ്മുടെ ആ ഒരു ആലപ്പുഴക്കാരൻ എനിക്കിപ്പോഴും ഇസയിലോ, അവൾക്ക് അത്യാവശ്യം കുറച്ച് ബിഗ് ബോസിലെ റൂൾസൊക്കെ അറിയുമായിരിക്കും ഹിന്ദിയിൽ. ഇത് എന്തായാലും ആരുടെ തലയായാലും ഭയങ്കര ഡിഫറെൻ്റ് ടൈപ്പിലാണ്. കാരണം ഇത് ആർക്കും പഠിച്ച് വന്നിട്ട് കാര്യമില്ല. അവിടെ ഉണ്ടൊന്ന് ബിഗ് ബോസിലും എടുക്കാം കുറച്ച് റൂൾസൊക്കെ. മറ്റതെന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ പിന്തുണ മാത്രമല്ലേ കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് പ്രേക്ഷകർക്ക് ആരും ഇഷ്ടമാവുന്നോ അവർക്കായിരിക്കും നമുക്ക് വോട്ട് കൊടുത്ത് കിട്ടും. ഇപ്പോഴൊക്കെ നമുക്ക് ഒരു ടാസ്കിൽ ഒരു ടഫ് ടാസ്ക് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ ഫെയിലായാലും ഔട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം ആരാണ് ഔട്ടാവുകയെന്ന്. പക്ഷേ മേ ബി ഔട്ടാകാതിരിക്കുന്നതിന് ഒരാൾ എന്തായാലും ഔട്ടാവും. കാരണം പ്രേക്ഷകരുടെ ഇഷ്ടമല്ലാണ്ടും ബിഗ് ബോസും ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. കുറച്ച് അടിയും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഷാനവാസാണ് ഈ ആഴ്ച എയറിൽ നിൽക്കാൻ പോകുന്ന മെയിൻ ആൾ. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വസ്ത്രധാരണത്തെ പറ്റി പറയുന്ന ആൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബനിയനും ഷോർട്സുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളീയ വസ്ത്രം മുണ്ടും ഷർട്ടുമാണ് ജെൻസിന്, ആണുങ്ങൾക്ക് അല്ലേ. പിന്നെ സ്ത്രീകൾക്ക് പറയുമ്പോൾ സാരി അല്ലെങ്കിൽ ചുരിദാർ. അപ്പോൾ അത് പോസിബിൾ അല്ല. ഷോർട്സിനോട് എത്രയോ പേരിരിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിന് എനിക്ക് തോന്നുന്നു കളി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്, എൻ്റെ കാഴ്ചപ്പാട്. കാരണം അറിയില്ല. ഇപ്പോൾ ഇന്ന് രേണുവിന് തലവേദനയാന്ന് പറഞ്ഞിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തൊട്ട് ബാക്കിൽ ഷാനവാസൊന്നും എന്നെയും കൂടെ പറഞ്ഞില്ല. എന്നെയും കൂടെ എന്താ പറയാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഷൗട്ട് ചെയ്യുന്നു. ഒരു കാരണമില്ലാത്തൊരു ഷൗട്ടിങ്ങാണ്. ഒരു രസമില്ല കാണാൻ. ഒരു അനീഷ് ഭയങ്കര ഓവറാണ്. ഇനി എന്ത് നെഗറ്റീവാവോ പോസിറ്റീവാവോ ഒന്നും അറിയില്ല. പക്ഷേ ആ ഒരു സ്റ്റൈലൊക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനാണോ എന്നറിയില്ല. ആണ് നെഗറ്റീവ് എനർജിയിൽ നെഗറ്റീവ് തോട്ടിലൂടെ പോയിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനാണ്. പക്ഷേ ബോറിങ്ങാണ്, വളരെ ബോറിങ്ങാണ്. രേണു സുധിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വോട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പുള്ളിക്കാരി നെഗറ്റീവ് ഒത്തിരി പേര് ആസ്വദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പുറത്തുനിന്ന് രേണുസുതി അറിഞ്ഞു വന്നവർ കൂട്ടം ചേർന്ന് ആക്രമിക്കുവാണേലും പുള്ളിക്കാരി പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം കഴിവുണ്ട്, പിടിച്ചു നിന്നാൽ രക്ഷപ്പെട്ടു. കാരണം എന്താ പറയുക, സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണ്ടേ അല്ലേ. രേണുവിനൊന്നുമില്ല, രേണുവിൻ്റെ മക്കൾക്കല്ലേ ഉള്ളൂ. പിന്നെ അല്ല, സുധിച്ചേട്ടൻ്റെ മക്കൾക്കേ ഉള്ളൂ, രേണുവിനൊന്നുമില്ല. ഒരു പക്ഷേ നിവർത്തി ഉണ്ടെങ്കിൽ ആരുടെയും ഇതുപോലത്തെ ഈ കുറേ പേര് ചേർന്ന് സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരുടെയൊക്കെ വീട് വാങ്ങാതിരിക്കുക. നിവർത്തി ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂം ഒരു റൂമായാലും സ്വന്തം ഇതിൽ വെച്ച് കിടന്നു കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂച്ച ഇങ്ങനെ ആക്കുന്നുണ്ട്. പുറത്തേക്ക് വരാനാണ് സ്റ്റോർ റൂമിൽ അതിൻ്റെ ബെഡിൽ കിടത്തിയേക്കുക. അപ്പോഴത്തേക്ക് അതിനകത്ത് പറ്റുന്നില്ല, പിള്ളേരെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ മാന്തുക. അതാണ് ഞാൻ എന്തോ ഈ മാന്തുന്നേ നോക്കിയത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ ഇടാം കേട്ടോ, എന്താണ് അതിൻ്റെതെന്നും. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ.